ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ ഈ ഒരു ഫേസിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ഭാഗം മാത്രം വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനും നല്ല രീതിയിൽ വരയ്ക്കാനായിട്ടുണ്ട്. കാണുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഡ്രോയിങ്, അതായത് നമ്മൾ ഇതിനു മുമ്പ് ഫാസ്റ്റ് പാസിൻ്റെ ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഫോട്ടോ അത്ര ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആയിരുന്നില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോയെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് വലിയധികം ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഫോട്ടോ നോക്കുന്നു, സെലക്ട് ചെയ്യുന്നു, അങ്ങ് വരച്ചങ്ങ് പോകുന്നു. അങ്ങനെയാണ് കൂടുതലും സംഭവിക്കാറ്. അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോ നോക്കിയെടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. നല്ലൊരു റെഫറൻസ് ഇമേജ് കിട്ടിയാൽ നമുക്ക് ആ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ആ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിലും ചെയ്യാനും പറ്റും, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് സൂം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇപ്പം നമ്മൾ കണ്ണൊക്കെ വരയ്ക്കുന്ന സമയത്ത് അത് സൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ആ സൂമിങ്ങിൽ ആ ഒരു കണ്ണിൻ്റെ ഭാഗമൊക്കെ കിട്ടണം. അപ്പോൾ അതുപോലെ ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആണെങ്കിൽ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പം എങ്കിലും നമുക്ക് അതിനകത്ത് കണ്ണിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ആ കണ്ണിൻ്റെ ആ ഭാഗം ചെറുതായിട്ട് കാണുന്നത് നമ്മൾ അതുപോലെ വരച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് പോകുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത്തെ ലെയറായിട്ട് കുറച്ചുകൂടെ ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലുള്ള ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഏതാണ് അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ 10B 8B ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് മാറി മാറി. പിന്നെ ഇത് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പേപ്പർ സ്റ്റമ്പോ ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ആ ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചിത്രം വരച്ച് നോക്കുന്നതെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നും വേണ്ട. കാരണം ആദ്യം തന്നെ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ആ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങണ്ട. ഞാൻ പറയാനുള്ള കാര്യമാണ്, നിങ്ങളെപ്പോഴും വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ വരച്ചാൽ മതി. തെറ്റിപ്പോവാണെങ്കിൽ തെറ്റിപ്പൊക്കോട്ടെ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ വരയ്ക്കുക. പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പം ആ രീതി തന്നെ വരച്ച് തുടങ്ങിയാൽ മതി. ഒരു പ്രാവശ്യം വരച്ച് ശരിയായില്ല എന്ന രീതിയിൽ നിങ്ങൾ വിട്ടിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്ന് ചാനൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോസ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നത്. പിന്നെ ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്കത് വരച്ച് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. വരയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരച്ച് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഓരോ വീഡിയോസും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് ചോദിച്ചിട്ട് പോവുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെസ്സേജായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും വരച്ച ഡ്രോയിങ്ങൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരാറുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വരച്ച് നോക്കിയെന്ന് വേണ്ട എനിക്ക് അയച്ചു തരുന്നതാണ്. അപ്പം എന്താ പറയേണ്ടത്, അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ്ങൊക്കെ അയച്ചു തരണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് അയച്ചു തന്നാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം മിക്കവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മിക്കവരും നല്ല രീതിയിൽ തന്നെയാണ് വരച്ച് തന്നിരിക്കുന്നത്. ഒരുപാട് പേര് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ വരച്ചിട്ട് എനിക്ക് അയച്ചു തരുന്നത്. അപ്പം വളരെ ചുരുക്കം ചിലർ മാത്രമേ മിസ്റ്റേക്ക് ഉണ്ടാക്കാറുള്ളൂ. അപ്പം അതൊക്കെ അതിനെ തിരുത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോക്കകത്ത് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഓരോ വീഡിയോസും നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ആ നെറ്റിയുടെ ഭാഗത്തും അതുപോലെ കണ്ണിൻ്റെ താഴത്തെ ആ കവിളിൻ്റെ ഭാഗത്തൊക്കെ നമ്മളിപ്പം ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡൊക്കെ ഈ ഒരു ചാനലിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് ഷെയ്ഡിങ് ആദ്യം തന്നെ നല്ല രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാനൊന്നും പറ്റണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരും അതിന്.
അപ്പോൾ മെയിനായിട്ട് മിക്കവർക്കും ഷെയ്ഡിങ് ആയിരിക്കും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഹെയർ വരയ്ക്കുന്നത് മാത്രം വലിയ ബുദ്ധിമുട്ടല്ല, പക്ഷേ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ പെൻസിൽ നല്ല രീതിയിൽ കയ്യിൽ പ്രഷർ ചെയ്ത് പിടിച്ച് ചെയ്യാനുള്ളൊരു ബാലൻസ് നമ്മുടെ കൈക്കുണ്ടായാൽ മാത്രം നമുക്ക് ആ ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഒരു പെൻസിലിൻ്റെ മാക്സിമം ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡിങ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഞാൻ പറഞ്ഞ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടേതായിട്ടൊരു ഫേസ് വരച്ച് ഷെയ്ഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വേണ്ട ഭാഗത്തൊക്കെ നിങ്ങൾ നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെ കൊടുക്കുക. ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് അതുപോലെ ഷെയ്ഡിങ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയറോടെ ചെയ്യുക. അപ്പം ഓരോ ലെയറും ചെയ്യുന്നതനുസരിച്ച് ഡാർക്ക് ഷെയ്ഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇത്ര ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പാർട്ട് ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കും ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ.